പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനങ്ങൾക്കിടയിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നിലവിൽ സ്പീക്കർ പ്രശാന്ത് കൃഷ്ണ സഭയിൽ നിന്ന് തത്സമയം നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? SFI വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോരതിന്റെ അങ്ങേയറ്റം. തീർച്ചയായും എസ് എഫ് ഐയെ ചൊല്ലിയുള്ള പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണം അത് മുഖ്യമന്ത്രി പലതരത്തിലും ന്യായീകരിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഇന്നിപ്പോൾ സഭയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ സഭ ഇന്നിപ്പോൾ പിരിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മുഖ്യമന്ത്രി ഈ SFIക്കെതിരായ പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണം അത് കാര്യവട്ടം ക്യാമ്പസിൽ മാത്രമല്ല, മുൻകാലങ്ങളിൽ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അടക്കമുള്ള SFIയുമായി ബന്ധപ്പെട്ട പല അക്രമ സംഭവങ്ങളും പ്രതിപക്ഷം അക്കമിട്ട് നിരത്തി. ഇതോടെ മുഖ്യമന്ത്രി പല ഘട്ടത്തിലും SFIയെ ന്യായീകരിക്കുന്നതാണ്. SFIക്കാർ ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്താൻ കാരണമെന്ന തരത്തിലാണ് പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതോടെ മുഖ്യമന്ത്രി SFIയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി ഇന്ന് വീണ്ടും സഭയിൽ നടത്തി. അതായത് ഇടിമുറികളിൽ വളർന്നു വരുന്ന പ്രസ്ഥാനമല്ല SFI എന്നും മാത്രമല്ല ആക്രമണങ്ങൾ നേരിട്ട് തന്നെയാണ് SFI വളർന്നു വന്നതെന്നും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മാത്രമല്ല, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ താറടിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് പല കാര്യങ്ങൾ നിരത്തി മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷത്തിനുള്ള അടിയന്തര പ്രമേയത്തിലുള്ള മറുപടിയിൽ അധികവും അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFIക്കാർ ആക്രമിച്ച സമയത്ത് അവിടെ ഗാന്ധി ചിത്രം തകർത്തത് കോൺഗ്രസ്സുകാരാണെന്നും ഇത്തരത്തിൽ ഉള്ള തനിക്കെതിരെ വിമാനത്തിൽ നടന്ന പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ AKG സെന്റർ നേരെ ഉണ്ടായ ബോംബേർ ആക്രമണമുള്ള അടക്കമുള്ള വിഷയങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഇത് മുഖ്യമന്ത്രി SFIക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച് പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ SFI നേരിടേണ്ടി വന്ന അക്രമ സംഭവങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും സഭയിൽ മുഖാമുഖം. ഒരു ഘട്ടത്തിൽ മഹാരാജാവാണ് താനെന്ന് തെറ്റിദ്ധരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുമ്പോൾ താൻ മഹാരാജാവെന്നല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്തും ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന് പ്രതിരോധിക്കുന്നു.